ഊട്ടിയിൽ വന്ന മസ്റ്റായി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് ഊട്ടി ടോയ് ട്രെയിൻ. നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു മെയിൻ റീസൺ ടോയ് ട്രെയിൻ തന്നെയാണ്. ഊട്ടിയിലൊക്കെ വരുമ്പോൾ ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയിൽ. എങ്ങനെ ബുക്ക് ചെയ്യണം, എവിടെ വരെ നമുക്ക് പോകാൻ പറ്റും, ട്രെയിനിൻ്റെ ടൈമിംഗ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇതാ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല കോടയൊക്കെ ഇറങ്ങി ഭയങ്കര അടിപൊളി ഫീലായിരുന്നു കേട്ടോ. നമ്മൾ ഈ പണ്ടത്തെ പ്രിയദർശൻ മൂവീസിലൊക്കെ കാണാറില്ലേ, ടോയ് ട്രെയിനും മഞ്ഞൊക്കെ വീണ്, ആ ഒരു കാഴ്ച കൊണ്ട് ഞാൻ ഭയങ്കര ഇങ്ങനെ ത്രില്ലടിച്ച് നിൽക്കായിരുന്നു. എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ദിസ് ഈസ് ആർദ്ര, വെൽക്കം ടു ദ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസിലാണ്. നമ്മൾ ബൈക്കിനാണ് വന്നത്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം പോകാൻ. പാർക്കിംഗ് ഫീ 30 റുപ്പീസാണ് വരുന്നത്. ഇതാ ഉദകമണ്ഡലം എന്ന് ബോർഡ് കൊടുത്തിരിക്കുന്നുണ്ടോ, അത് ഊട്ടിയുടെ ഒറിജിനൽ നെയിം ഉദകമണ്ഡലം എന്നാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ സ്റ്റേഷനിലേക്ക് നോക്കിക്കഴിയുമ്പോൾ കാണാൻ പറ്റും, നമ്മളൊരു വീക്ക് ഡേ വന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ പഴയ ട്രെയിനിൻ്റെ സ്റ്റീം എൻജിൻ. അത് ഓൾറെഡി എക്സ്പയർഡ് ആയതാണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അങ്ങനെ ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരുന്ന ട്രെയിൻ എത്തി കേട്ടോ. 12:15 ട്രെയിനാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ട്രെയിനിലേക്ക് കയറാം. സെക്കൻഡ് ക്ലാസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടും സെക്കൻഡ് ക്ലാസ് ആണ് കിട്ടിയത്. ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ആണ് ഉള്ളത്. ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ കുറച്ച് കുഷൻ ടൈപ്പ് സീറ്റൊക്കെയാണ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ ബെഞ്ച് ടൈപ്പാണ്. സാധാ ട്രെയിനൊക്കെ പോലെ അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കും എന്നോർത്താണ് ഞാൻ കയറിയത്. ബട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കൺജസ്റ്റഡ് ആണ്. ബട്ട് കുഴപ്പമില്ല, ഇത്രയും എക്സ്പ്രഷൻ വാരി വിതരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട, കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് സാധാ ട്രെയിൻ പോലെ അത്ര സ്പീഡിലൊന്നും പോകില്ല കേട്ടോ, കുറച്ച് സ്ലോ ആണ്. ഏകദേശം ഊട്ടി ടു കൂണൂർ തന്നെ 1.5 മണിക്കൂർ ടൈം എടുക്കും. ബട്ട് ആ 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ആക്ച്വലി വെർത്താണ്. കുറേ അധികം കാഴ്ചകൾ, നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഊട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലൗഡേലാണ്. ലൗഡേയിൽ എത്താറായിട്ടുണ്ട്. ഇതാ നമ്മൾ ലൗഡേയിൽ എത്തിയിട്ടോ. ഇനി ടിക്കറ്റൊക്കെ എങ്ങനെ ബുക്ക് ചെയ്യണം എന്ന് കൺഫ്യൂഷനുള്ളവർക്ക് വേണ്ടി നമ്മൾ സാധാ ബുക്ക് ചെയ്യുന്ന പോലെ തന്നെ IRCTC ത്രൂ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് നിങ്ങളൊരിക്കലും ഊട്ടിയിൽ നിന്ന് സെർച്ച് ചെയ്യരുത്, ഉദകമണ്ഡലം എന്ന് തന്നെ കൊടുക്കുക. നമ്മളിപ്പം ഊട്ടി ടു കൂണൂരാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഊട്ടി ടു കൂണൂരാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിന് 350യും സെക്കൻഡ് ക്ലാസ്സിന് 150യാണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഊട്ടിയിൽ വന്നിട്ടും ബുക്ക് ചെയ്യാം. ബട്ട് അപ്പോൾ ടിക്കറ്റ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. നമ്മൾ ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്തിട്ടാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് സെക്കൻഡ് ക്ലാസ് എങ്കിലും കിട്ടിയത്. പിന്നെ സ്റ്റേഷനിൽ വന്നാലും ടിക്കറ്റ് കിട്ടും, അത് കുറച്ച് ടിക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ ഒരു മാസം മുമ്പെങ്കിലും ബുക്ക് ചെയ്തിട്ട് വരാനായിട്ട് നോക്കുക കേട്ടോ. ഇതപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പായിരുന്നു, അതും മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എന്തായാലും മസനഗുഡീനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഊട്ടി ടോയ് ട്രെയിനെ നീൽഗിരി മൗണ്ടൻ റെയിൽവേ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണകാലത്ത് അവർക്ക് കുറച്ചും കൂടെ ഈ ഹിൽ സ്റ്റേഷനിലേക്കൊക്കെയുള്ള യാത്ര എളുപ്പമാക്കാൻ വേണ്ടി അവരായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. 1891 ഇതിൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. 1908 അവരത് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും മേട്ടുപ്പാളയം ടു ഊട്ടി വരെയാണ് കേട്ടോ ഈ ട്രെയിൻ ഓടുന്നത്. 5 to 6 മണിക്കൂർ ടൈം എടുക്കുന്നുണ്ട്. കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഈ ട്രെയിൻ പോകുന്നത്. എങ്കിലും കാഴ്ചകൾ ഭയങ്കര അടിപൊളി ആയതുകൊണ്ട് തന്നെ ഇത്രയും ടൈം പോകുന്നത് നമ്മളറിയില്ല. കാരണം ഫുള്ളിങ്ങനെ മലനിരകൾക്കിടയിലൂടെയും തേയിലത്തോട്ടങ്ങളും തുരങ്കങ്ങളും ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഇത്രയൊക്കെ പ്രകൃതി സൗന്ദര്യം ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും കേട്ടോ 2005 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി ഈ നീൽഗിരി മൗണ്ടൻ പ്രഖ്യാപിച്ചത്.
അങ്ങനെ നമ്മൾ കെറ്റി സ്റ്റേഷൻ എത്തി കേട്ടോ. കെറ്റി മുതൽ കൂണൂർ വരെ ത്രൂ ഔട്ട് നല്ല കോടയായിരുന്നു. നമ്മൾ ഇറങ്ങിയ ദിവസം തന്നെ രാവിലെ മുതൽ നല്ല മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദിവസം നല്ല കോട കിട്ടി. ശരിക്കും ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം അത്യാവശ്യം നല്ല കോടയൊക്കെ കിട്ടുവാണെങ്കിൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. സാധാരണ ദിവസങ്ങൾ കോടയൊന്നും ഇല്ലാതെ പോകുമ്പം നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യുമോയെന്നറിയില്ല. നമ്മൾ പോയ ദിവസം തന്നെ ഈ ഒരു കോട ഇങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ ഊട്ടി ട്രിപ്പിനെ ഏറ്റവും ബെസ്റ്റാക്കിയത് ടോയ് ട്രെയിൻ എന്ന് ഞാൻ പറയും. ഇതെല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കാരണം നമ്മൾ ആ ടോയ് ട്രെയിനിൽ കയറിയ ദിവസം മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടായിരിക്കണം ഇത്രയും കോട കിട്ടിയത്. പിന്നെ ഇത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം എന്ത് ഭംഗിയത് കാണാനായിട്ട്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കണ്ട് ഈ ട്രെയിനിലിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച കാര്യം, ഊട്ടി ടോയ് ട്രെയിൻ എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടി വരുന്ന ഒരു കാര്യം കിലുക്കം എന്ന് പറഞ്ഞ മലയാള സിനിമ തന്നെയായിരിക്കും അല്ലേ. കാരണം ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മലയാളികളെ സംബന്ധിച്ച് ആദ്യം മനസ്സിലേക്ക് വരുന്നത് കിലുക്കം തന്നെയായിരിക്കും. ഊട്ടിയെയും ഊട്ടി ടോയ് ട്രെയിനെയൊക്കെ ഇത്രയും ഫേമസ് ആക്കിയത് കിലുക്കം മൂവിയിൽ കൂടെ തന്നെയായിരിക്കും. നമ്മൾ മലയാളികൾക്ക് ഇത്രയും ഇതൊക്കെ സുപരിചിതമായതും കിലുക്കം കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും അല്ലേ ഊട്ടി ടോയ് ട്രെയിൻ ഈക്വൽസ് കിലുക്കം എന്നൊരു ഐക്കോണിക് കണക്ഷൻ നമുക്കിടയിലൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ ടോയ് ട്രെയിൻ കാണാൻ വരുന്ന മലയാളി ടൂറിസ്റ്റുകളൊക്കെ കിലുക്കം എന്ന് പറഞ്ഞ സിനിമ ഓർക്കാതിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിനെപ്പറ്റി എന്തായാലും ഡിസ്കസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ കോട മാത്രമല്ല, ചില ടൈമിലൊക്കെ ഇതിലൂടെ പോകുമ്പോൾ ആനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാനും പറ്റും. ഈ കാട്ടുപോത്തൊക്കെ ഇറങ്ങി വഴി സൈഡിലൊക്കെ നിൽക്കുന്നത് കാണാനൊക്കെ പറ്റും. നമ്മൾ പോയെന്നൊന്നും കാണാൻ പറ്റിയിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ അറവൻകാട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇവിടെ നിന്നൊന്നും പ്രത്യേകിച്ച് ആളുകളൊന്നും കയറാൻ ഉണ്ടായിരുന്നില്ല. മെയിനായിട്ടും ഊട്ടി, കൂണൂർ, മേട്ടുപ്പാളയം ഈ സ്റ്റേഷനിൽ നിന്നാണ് ആളുകൾ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ലൗഡേൽ പോലെയുള്ള സ്റ്റേഷനിൽ നിന്നൊക്കെ 1-2 പേരൊക്കെ കയറിയാലായി. മെയിൻ സ്റ്റേഷൻസ് ഇതൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം കൂണൂർ എത്താറായിട്ടുണ്ട് കേട്ടോ. ഫൈനലി നമ്മൾ കൂണൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ഇവിടെ നിന്ന് ഇനി നേരെ ബസ്സിന് വേണം തിരിച്ച് ഊട്ടിയിലേക്ക് പോകാനായിട്ട്. അപ്പം നമ്മുടെ ഈ ട്രെയിൻ എന്തായാലും ഇപ്പോൾ റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുത്ത് നേരെ ഇനി പ്ലാറ്റ്ഫോമിലേക്ക് പോകും.
ഇനി നിങ്ങൾക്ക് കൂണൂർ ഇറങ്ങിയതിന് ശേഷം ട്രെയിനിന് തന്നെ തിരിച്ച് ഊട്ടിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അടുത്ത ട്രെയിൻ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവറിനുള്ളിൽ തന്നെ ഉണ്ടാവും. ബട്ട് അതും ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് എടുക്കാതെ കിട്ടില്ല. അവിടെ നിന്ന് ഡയറക്റ്റ് കയറാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് തിരിച്ച് ട്രെയിനിന് പോകണ്ടെന്നുണ്ടെങ്കിൽ ബസ്സിൽ പോകാനായിട്ട് പറ്റും. കൂണൂർ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ബസ് ഊട്ടിയിലേക്ക് ഉണ്ടാവും. 30 to 40 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഊട്ടിയിലെത്താനായിട്ട് പറ്റും. നമ്മൾ തിരിച്ച് ഊട്ടിയിലേക്ക് ബസ്സിന് തന്നെയാണ് പോകുന്നത്. ആ ഒരു ട്രിപ്പും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നോർത്തിട്ടാണ് ബസ്സിൽ കയറിയത്. അപ്പോൾ ഇതും ഊട്ടി പോലൊരു ബ്യൂട്ടിഫുൾ സ്റ്റേഷനാണ് കേട്ടോ. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാനുൾപ്പെടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. കാരണം കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നതുകൊണ്ടും ആ സ്റ്റേഷൻ്റെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഫോട്ടോഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ 1-2 ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ട്രെയിൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 50 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ പെട്രോൾ പമ്പ് ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബേക്കറി കിട്ടി. അവിടെ കയറി നമ്മളൊരു ചായയും എഗ് പഫ്സൊക്കെ കഴിച്ചു. നമ്മുടെ നാട്ടിലെ പഫ്സ് പോലെ അല്ല കേട്ടോ. അപ്പോൾ പഫ്സിനെ പറ്റി ഒത്തിരി കഥ പറയാനൊന്നും സമയമില്ല. ഊട്ടിയിലേക്കുള്ള നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും പോലെ സീറ്റ് പിടിക്കാനുള്ള എൻ്റെ ഈ ഓട്ടോ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിയപ്പോൾ 2 പേർക്ക് ഒരുമിച്ചിരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല. ഞാൻ ഒരു തരത്തിലൊരു സീറ്റ് ഒപ്പിച്ചു. ആളവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അടുത്തിരുന്ന അപ്പാപ്പനെയൊക്കെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ കൂണൂരിൽ നിന്ന് ഊട്ടി വരെ ഒരാൾക്ക് ഏകദേശം 20 to 40 ബസ് ഫെയർ വരുന്നത്. നമ്മൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് എന്തായാലും കരുതണം. കാരണം ബസ്സിലൊന്നും GPay കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഊട്ടിയിലേക്ക് തിരിച്ചുള്ള ഈ ബസ് യാത്ര ഭയങ്കര ശോകമായിരുന്നു. കാരണം പ്രത്യേകിച്ചൊന്നും തന്നെ കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. കാരണം നമ്മുടെ ബൈക്ക് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് പോയി എടുക്കണം. ഊട്ടി എത്താറായപ്പോഴത്തേക്കും നല്ല മഴയൊക്കെ പെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മുടെ ബൈക്കൊക്കെ ഇവിടെ സേഫായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.